ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. എപ്പോഴാണ് പരിശുദ്ധ അമ്മ ഈ കാര്യങ്ങൾ വിശ്വസിച്ചത്? പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇപ്പോൾ നീ പ്രഗ്നൻ്റ് ഉണ്ടാവും, അത് കഴിയുമ്പോൾ ജോസഫ് വരും, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം, അത് കഴിഞ്ഞ് ജോസഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തോളും, മറ്റുള്ളവരൊന്നും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പോകുന്നില്ല, കാരണം ഇത് എൻ്റെ പദ്ധതി ആയതുകൊണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈജിപ്ത് വരെയൊക്കെ ഒന്ന് പോകേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കുഞ്ഞ് ജനിക്കും. ഇതുപോലെ ഒരു ക്ലിയർ പിക്ചർ കൊടുത്തിട്ടല്ല യേശുക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇതുപോലെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഞാനും ഇപ്പോൾ അതുപോലൊരു സിറ്റുവേഷൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഒരു കടലാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വലിയൊരു കടലിലാണ്, നിങ്ങൾക്ക് ചെറിയൊരു തോണി പോലത്തെ ഒരു സാധനമുള്ളൂ, നിങ്ങൾ അതിനകത്താണ്, നിങ്ങൾക്കൊന്നും ചുറ്റും ഒരു സഹായവും നിങ്ങൾക്ക് കിട്ടാനില്ല, യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ദ സീ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു വചനമാണിത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവർ ഭാഗ്യവതി. എവിടേക്ക് നോക്കാനില്ലാണ്ടാകുമ്പോൾ മുകളിലേക്ക് നോക്കുക. അവിടെ ഒരാളുണ്ട്, ആള് ലൈവാണ്, അതായത് ജീവനോട് കൂടെയുള്ള ഒരു ദൈവമാണ്. അത് ആൾക്ക് ആ ദൈവത്തിന് നമ്മളെ കാണാൻ പറ്റും, നമ്മളെ കേൾക്കാൻ പറ്റും, നമ്മളെ അറിയാൻ പറ്റും. അപ്പോൾ കടല് പോലെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി, ഇനി ഒന്നിനും ആശ്രയിക്കാനില്ല, ഒന്നിനെയും പിടിച്ച് രക്ഷപ്പെടാനില്ല എന്നൊക്കെ തോന്നുന്ന ചില സിറ്റുവേഷനുകളിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് കുറച്ച് സൈക്കോളജി പരമായി പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് തോന്നും എൻ്റെ മുമ്പിൽ ഒരു ഹോപ്പും കാണുന്നില്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, എൻ്റെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല, ഞാൻ ആരെ ഫോൺ വിളിച്ചാൽ ശരിയാവും, ആരുടെ അടുത്ത് സഹായം ചെയ്താൽ ശരിയാവും എന്ന് എനിക്ക് അറിയുന്നില്ല, എൻ്റെ മുമ്പിൽ ഒന്നും കാണുന്നില്ല. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആത്മീയ നയനങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കും, അതിനർത്ഥം അവിടെ സഹായമില്ല എന്നല്ല, അവിടെ ഉണ്ട്, അത് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയും മറ്റൊന്നാണ് ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് ഈ നെഗറ്റിവിറ്റിക്കും പോസിറ്റിവിറ്റിക്കും ഇടയിലുള്ള ആ ഒരു ടൈമുണ്ട്, അവിടെ വെച്ചിട്ടാണ് മനുഷ്യന്മാർ ആത്മഹത്യക്കൊക്കെ പോകുന്നത്. അതായത് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ഒരു പിടിവള്ളി കിട്ടുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതായത് ഇനിയും ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു കുഴലിലൂടെ കാണാതെ അതിനെ വൈഡ് ആംഗിളിൽ കാണാൻ ശ്രമിക്കണം. അപ്പോൾ എനിക്ക് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കാനൊക്കെ പറ്റുന്ന, അതായത് ഒരു ചെറിയ ഇടമല്ല നിങ്ങളുടെ ജീവിതം, ഒരു ഒന്നോ രണ്ടോ വ്യക്തികളല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ജോലി ചെയ്യുന്ന ആ സ്ഥലം മാത്രമല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വൈഡായിട്ടുള്ളൊരു സംഗതി, വിശാലമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ജോലിയിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അപ്പോഴേക്കും നമ്മളെ മനസ്സ് വല്ലാണ്ട് തളരണത്, ജോലി നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ ലൈഫല്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിനെയും ഒരു വൈഡ് ആംഗിളിൽ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പം ഒന്നും കാണുന്നില്ല, ഇങ്ങനെ നോക്കരുത്, മൊത്തത്തിൽ നോക്കുമ്പം എന്തൊക്കെയോ അവിടെയുണ്ട്. ഇനി തൽക്കാലം ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ നമുക്ക് വേണ്ട ഹെൽപ്പ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്കൊരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്, എൻ്റെ തെറ്റുകൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. അതായത് ഞാൻ ചെയ്ത ഒരു പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല ഇത്. ചില സമയത്തൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ചില മനുഷ്യന്മാർ, വലിയ കടബാധ്യതയിലേക്ക് പോകുന്ന ചില മനുഷ്യന്മാർ. അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പം സാധാരണ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ആരും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ. അപ്പോൾ നമുക്കൊരു അപ്പുറത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ്, അപ്പുറത്ത് എന്തെങ്കിലും ഒരു കൺസേൺ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അടുപ്പവും സ്നേഹമൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് നമ്മളെ കൊണ്ടായേക്കാം, ചിലതൊക്കെ വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ പോയേക്കാം. അപ്പോൾ അഥവാ നിങ്ങൾ തിന്മ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റഡ് ആയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ ഈ കടലിൽ പെട്ടുപോയിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. കാരണം ക്ഷമിക്കാൻ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. നിങ്ങൾ പറയാണ്ട് നിങ്ങൾ ആ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ ആവശ്യപ്പെടാതെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഞാൻ ശരിയാക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ന് വിചാരിച്ചിരുന്നിട്ടാണ്. ഹെൽപ്ലെസ് ആയി കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുമ്പം പിന്നെയും നമ്മൾ ഗമ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കരുത്, അങ്ങ് താണ് വീണ് കൊടുക്കണം. കർത്താവെ തെറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, പ്രശ്നത്തിലായിപ്പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ കർത്താവ് ആ കടലിനെ നടുക്കിലേക്ക് ഒരു സഹായം അയക്കും. അത് അയക്കുന്ന ആ ഗ്രേസ് കിട്ടണം. എന്തിനാണെന്നറിയോ? അങ്ങനെ വരുമെന്ന് വിശ്വസിക്കാൻ. ഇപ്പം ഞാൻ നെഗറ്റീവ് ചിന്തകൾ എനിക്ക് വരുന്നുണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്.
എനിക്ക് പോസിറ്റീവായ ചിന്തകളുണ്ട്, പക്ഷെ അതെനിക്ക് വീക്കായിട്ടാണ് നിൽക്കുന്നത്. ഈ നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ പവറായിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്രേസ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തളർന്നു പോകാതെ എന്നെ താങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കണം. അതിന് നമ്മൾ നല്ല കാലത്ത് അല്ലെങ്കിൽ നല്ല സമയങ്ങൾ കിട്ടുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോഴല്ല, ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ആരെയും ഉപദ്രവിക്കാതെയും അല്ലെങ്കിൽ കുറച്ച് പുണ്യങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയുടെ ഭാഗമാകുക എന്നുള്ള ഒരു അനുഗ്രഹം കിട്ടുക. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, എവിടെയെങ്കിലും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു സഹായം വരാൻ വേണ്ടി എന്തെങ്കിലും നമ്മുടെ സമ്പാദ്യം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലുണ്ടാവണം. നിങ്ങൾ കാണിക്കിട്ട ചെറിയൊരു പൈസയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചതാണ്, നല്ല വാക്കാണെങ്കിലും, എപ്പോൾ നന്മ ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്യുക. അത് നിങ്ങൾക്കൊരു കെട്ടകാലം വരുമ്പോൾ നിങ്ങൾക്കൊരു കൃപയായിട്ട് പ്രവർത്തിക്കുക. നമുക്ക് പ്രാർത്ഥനകൾ ആവശ്യമാണ്. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ ചില കുഴിയിൽ നിന്ന് കയറി വരാൻ പറ്റില്ല. ചില മനുഷ്യന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ആ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് തോന്നാനും ആ ഹെൽപ്പ് നമ്മളിലേക്ക് എത്താനും ഒക്കെ ഒരു ഗ്രേസ് പ്രവർത്തിക്കണം. അപ്പോൾ അതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. വിശ്വാൽ പറയാനുള്ളവരെ, കൺമുമ്പിൽ നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല, നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾ ഹെൽപ്ലെസ് ആണ്, നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് ഓടിയിട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. കോംപ്ലിക്കേഷൻസ് കൂടത്തുള്ളൂ. ആ കടലിൻ്റെ ഇരമ്പൽ കടന്നു പോകുവോളം ശാന്തമായിട്ടിരിക്കുക. റിലാക്സ്. സ്വസ്ഥതയും ശാന്തതയുമായിരിക്കും നിങ്ങളുടെ ബലം. അപ്പം ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തോട് ആശ്രയിക്കാം. അപ്പം ജീവിതത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറ്റിപ്പോയി. ഇന്നത്തെ കുറേ സിറ്റുവേഷനിൻ്റെ നടുക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ സിറ്റുവേഷനുകളോട് പൊരുതാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഹെൽപ്പ് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുൻപുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശാന്തമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുക. ദൈവകൃപയാൽ ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം ദൈവം നിങ്ങൾക്ക് എത്തിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.